ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ആപ്ലിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഏറ്റവും ക്രിട്ടിക്കലായ ഒരു ഭാഗത്തേക്കാണ് നോക്കാൻ പോകുന്നത്, അതിന്റെ സെക്യൂരിറ്റി. അപ്പോ ഒരു സീനിയർ ഡെവലപ്പർ എന്ന നിലയിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി കോഡിന്റെ ഹൃദയത്തിലൂടെ, അതിന്റെ ഉള്ളറകളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ സിസ്റ്റത്തിൽ അഡ്മിൻ ഉണ്ട്, ഫാക്കൽറ്റി ഉണ്ട്, പിന്നെ സ്റ്റുഡൻസും ഉണ്ട്. ഒരു സ്റ്റുഡന്റിന് അഡ്മിൻ മാത്രം കാണേണ്ട, അവർക്ക് മാത്രം ആക്സസ് ചെയ്യേണ്ട ഒരു പേജിലേക്ക്, ഒരു പാനലിലേക്ക് കയറാൻ സാധിക്കുമോ? എങ്ങനെ നമ്മളത് തടയും? ഇതൊരു സാധാരണ പ്രശ്നമാണ് അല്ലേ? വെബ് ആപ്പുകളിൽ നമ്മൾ എപ്പോഴും കാണുന്നു. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന കോഡിന്റെ ആത്മാവ്. അപ്പോ ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ ആപ്ലിക്കേഷന്റെ മൊത്തം സുരക്ഷയും നമ്മൾ ഒരൊറ്റ ഫയലിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഒരു ഫയൽ. അതിന്റെ പേരാണ് config/auth.php. ഓർത്തുവെച്ചോളൂ. ആർക്കെവിടെയൊക്കെ പോകാം, ആർക്ക് എന്ത് കാണാം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമപുസ്തകം മുഴുവൻ ഈ ഒറ്റ ഫയലിനകത്താണ്. ശരി, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റോഡ് മാപ്പ്. ആപ്പിന്റെ സുരക്ഷാ ഗാർഡിനെ പരിചയപ്പെടും, ലോഗിൻ ചെക്ക് എങ്ങനെയാണെന്ന് നോക്കും, പിന്നെ അനുമതിയുടെ തലങ്ങൾ, റോൾ ഗേറ്റുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു ചെറിയ മെച്ചപ്പെടുത്തൽ വരെ നമ്മൾ പോകും. അപ്പോ ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോ നമ്മുടെ ഒന്നാമത്തെ ഭാഗം ആപ്പിന്റെ സുരക്ഷാ ഗാർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ auth.phpയുടെ റോൾ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. സിമ്പിളായി പറഞ്ഞാൽ, യൂസർ ആക്സസ് മാനേജ് ചെയ്യാനുള്ള എല്ലാ ഫംഗ്ഷനുകളും എല്ലാ ടൂൾസും ഈ ഒരു ഫയലിനകത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചെക്ക്, നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ സെക്യൂരിറ്റിയുടെ ആദ്യത്തെ ഗേറ്റ്. ഇത് ശരിക്കും ഒരു ക്ലബിന്റെ വാതിലിൽ നിൽക്കുന്ന ബൗൺസറെ പോലെയാണ്. അകത്തേക്ക് കയറണമെങ്കിൽ ആദ്യം ഗസ്റ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കണ്ടേ? ആ ഒരു പരിപാടിയാണിത്. ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലായി ഒത്തന്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒത്തന്റിക്കേഷൻ? സിമ്പിളാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സ്. നിങ്ങളൊരു ID കാർഡ് കാണിച്ചിട്ട് ഇത് ഞാനാണ് എന്ന് പറയുമ്പോൾ അത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നില്ലേ? അതുതന്നെ. ശരി, നമുക്ക് കോഡിലേക്ക് കടക്കാം. ഈ എൻഷുവർ ലോഗ്ഡ് ഇൻ എന്ന ഫംഗ്ഷൻ കണ്ടോ? ഇത് ചെയ്യുന്ന പണി ഇത്രയുള്ളൂ. ഇത് നേരെ പോയി $സെഷനിൽ നോക്കും. അതായത് യൂസറിന്റെ ആ ഒരു ലോഗിൻ സ്റ്റേറ്റസ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന സ്ഥലത്ത്. അവിടെ യൂസർ എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉണ്ടോ? സിമ്പിളായി പറഞ്ഞാൽ, ഹേയ്, ഈ യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഇല്ലെങ്കിലോ ഒരു ദാക്ഷിണ്യവുമില്ല, നേരെ ലോഗിൻ പേജിലേക്ക് തട്ടിവിടും. ഹെഡർ location/index.php. കണ്ടില്ലേ? കഴിഞ്ഞു. കാണാൻ സിമ്പിളാണെങ്കിലും ഇത് ഭയങ്കര പവർഫുൾ ആണ്. ഓക്കെ, അപ്പോ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. യൂസർ ലോഗിൻ ചെയ്തു. ഇനി അടുത്ത ചെക്ക്, നിങ്ങളുടെ അനുമതിയുടെ തലം. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലബിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. നിങ്ങളെ ഗസ്റ്റ് ലിസ്റ്റിലുള്ളതുകൊണ്ട് മാത്രം ക്ലബിന്റെ VIP ലോഞ്ചിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിന് പ്രത്യേക പാസ് വേണം. ആ പാസ് ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഓതറൈസേഷൻ. അപ്പോൾ ഒരു യൂസർ ലോഗിൻ ചെയ്തു, അതുകൊണ്ട് മാത്രം അവർക്ക് ആപ്പിലെ എല്ലാം കാണാൻ പെർമിഷൻ കൊടുക്കാമോ? ഒരു സ്റ്റുഡന്റിന് ടീച്ചർമാർക്കുള്ള പേജുകൾ കാണാൻ കൊടുക്കാമോ? ഇല്ല, ഒരിക്കലുമില്ല. ലോഗിൻ ചെയ്തു എന്നത് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം. ആർക്ക് എന്ത് കാണാം എന്ന് തീരുമാനിക്കുന്നത് അടുത്ത ലെവലാണ്. അപ്പോ ഇതാണ് ഓഥറൈസേഷൻ. അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്രത്യേക റൂമിൽ, ഈ ഒരു പേജിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടോ എന്ന് പരിശോധിക്കുന്ന പ്രക്രിയ. നിങ്ങളുടെ കയ്യിലുള്ളത് VIP പാസ് ആണോ അതോ സാധാരണ ടിക്കറ്റാണോ എന്ന് നോക്കുന്നത് പോലെ. ഇവിടെയാണ് നിങ്ങളുടെ റോൾ, അതായത് നിങ്ങൾ സ്റ്റുഡന്റ് ആണോ അഡ്മിൻ ആണോ എന്നൊക്കെ പ്രസക്തമാകുന്നത്. ഇനി ഈ കോഡ് നോക്കൂ. എൻഷുർ റോൾ. ഇതിലെ ആദ്യത്തെ ലൈൻ കണ്ടോ? എൻഷുർ ലോഗ്ഡ് ഇൻ ഫംഗ്ഷൻ. എന്താ അതിന്റെ അർത്ഥം? അതായത് ഒരു യൂസറിന്റെ റോൾ ചെക്ക് ചെയ്യുന്നതിന് മുൻപ് അയാൾ ആദ്യം ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ ഇന്നറേ ഫംഗ്ഷൻ ഉപയോഗിച്ച് സെഷനിലുള്ള യൂസറിന്റെ റോള് നമ്മൾ ഈ പേജിലേക്ക് അനുവദിച്ച റോളുകളുടെ ലിസ്റ്റിൽ ആ $റോൾസ് എറയിൽ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ലെങ്കിലോ പിന്നെ ഒന്നും നോക്കാനില്ല. നേരെ ഒരു ഫോം നോട്ട് 3 ഫോർബിഡൻ എറർ കൊടുത്ത് സ്ക്രിപ്റ്റ് അവിടെ നിർത്തും. എക്സിറ്റ്, ഗെയിം ഓവർ. അപ്പോ ഈ രണ്ട് ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് ഉറപ്പിക്കാം. ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് തെളിയിക്കലാണ്. അതേസമയം ഓഥറൈസേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തീരുമാനിക്കലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം,
ഓതന്റിക്കേഷൻ നിങ്ങളുടെ കയ്യിലുള്ള താക്കോലാണ്. ഓഥറൈസേഷൻ ആ താക്കോല് കൊണ്ട് ഏതൊക്കെ വാതിലുകൾ തുറക്കാൻ പറ്റും എന്ന് പറയുന്നതാണ്. എപ്പോഴും ഓർക്കുക, ഓതന്റിക്കേഷൻ കഴിഞ്ഞിട്ടേ ഓഥറൈസേഷന് സ്ഥാനമുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ 2 പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ കണ്ടു. തിയറിയൊക്കെ കൊള്ളാം, പക്ഷെ ഇത് റിയൽ ലൈഫിൽ ഒരു പേജിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒരൊറ്റ ലൈൻ കോഡ് കൊണ്ട് ഒരു പേജ് എങ്ങനെ പൂട്ടാമെന്ന് നോക്കാം. ഇതാ നോക്കൂ, ഇത്രയുള്ളൂ സംഭവം. നമ്മുടെ അഡ്മിൻ യൂസർമാരെ മാനേജ് ചെയ്യുന്ന പേജിന്റെ ഏറ്റവും മുകളിൽ ഈ ഒരൊറ്റ വരി ചേർത്താൽ മതി. ആദ്യം auth.php ഫയലിനെ റിക്വയർ ചെയ്യുന്നു, എന്നിട്ട് ensure role in bracket admin എന്ന് വിളിക്കുന്നു. കഴിഞ്ഞു, പണി തീർന്നു. ഈ ഒരൊറ്റ വരി മതി ആ പേജിനെ ഒരു ഉരുക്കുകോട്ട പോലെ സംരക്ഷിക്കാൻ. ഇനി അഡ്മിൻ റോൾ ഇല്ലാത്ത ഒരാൾക്കും ഈ പേജിന്റെ അടുത്തേക്ക് പോലും വരാൻ പറ്റില്ല. ശരി, ഇനി നമുക്കൊരു കഥ കേൾക്കാം. വിലക്കപ്പെട്ട പ്രവേശനത്തിന്റെ ഒരു കഥ. നമ്മുടെ ഒരു സ്റ്റുഡന്റ് ലോഗിൻ ചെയ്യുന്നു, എന്നിട്ട് ബ്രൗസറിൽ അഡ്മിൻ പാനലിന്റെ അഡ്രസ് നേരിട്ട് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. അപ്പോ എന്താണ് പർദ്ദയ്ക്ക് പിന്നിൽ സംഭവിക്കുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഒന്നാമതായി, സ്റ്റുഡന്റ് യൂസർ നമ്മുടെ അഡ്മിൻ പേജ് റിക്വസ്റ്റ് ചെയ്യുന്നു. ഉടനെ ആ പേജിന്റെ മുകളിലുള്ള നമ്മുടെ എൻഷോർ റോൾ അഡ്മിൻ ഫംഗ്ഷൻ ഉണർന്നു പ്രവർത്തിക്കും. അത് നേരെ സെഷനിൽ പോയി യൂസറിന്റെ റോൾ നോക്കും. റോൾ എന്താണ്? സ്റ്റുഡന്റ്. ശരി, ഇനി ആ ഫംഗ്ഷൻ നോക്കും. സ്റ്റുഡന്റ് എന്ന റോൾ നമ്മൾ അനുവദിച്ച അഡ്മിൻ എന്ന ലിസ്റ്റിൽ ഉണ്ടോ? ഇല്ല. അതോടെ കളി തീർന്നു. സ്ക്രിപ്റ്റ് ഒരു 403 റെസ്പോൺസ് കൊടുത്ത് അവിടെ നിൽക്കും. അപ്പൊ നമ്മുടെ സ്റ്റുഡന്റിന് സ്ക്രീനിൽ എന്ത് കാണാൻ പറ്റും? അതായത് ഒരു 403 ഫോർബിഡൻ, ഒരു വെളുത്ത സ്ക്രീനിൽ ഈ ഒരു വാക്ക് മാത്രം. അതിനപ്പുറം ഒന്നും കാണാൻ പറ്റില്ല. ഇതിനർത്ഥം നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, ഇതുവരെ എല്ലാം നന്നായി പോകുന്നു. പക്ഷെ ഒരു നല്ല ഡെവലപ്പർ എപ്പോഴും ചിന്തിക്കുന്നത് ഇതിനെ എങ്ങനെ ഇനിയും മെച്ചപ്പെടുത്താം എന്നാണ്. ഒരു കോഡും പെർഫെക്റ്റ് അല്ല. അപ്പൊ നമ്മുടെ ഈ കോഡിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ പ്രശ്നം നമുക്ക് കണ്ടുപിടിച്ച് അതിനെങ്ങനെ കൂടുതൽ ശക്തമാക്കാമെന്ന് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റീഡയറക്ട് ബൈ റോൾ എന്ന ഫംഗ്ഷനെയാണ്. ഇതിന്റെ ജോലി സിമ്പിൾ ആണ്. ഒരാളെ ലോഗിൻ ചെയ്താൽ അയാളുടെ റോള് നോക്കി അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ ഡാഷ്ബോർഡിലേക്ക്, ഫാക്കൽറ്റി ആണെങ്കിൽ ഫാക്കൽറ്റി ഡാഷ്ബോർഡിലേക്ക്, അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഡാഷ്ബോർഡിലേക്ക്, അങ്ങനെ ശരിയായ സ്ഥലത്തേക്ക് റീഡയറക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു യൂസർ ലോഗിൻ ചെയ്തു, പക്ഷേ എന്തോ ഒരു കാരണത്താൽ അവരുടെ റോൾ ഡേറ്റാബേസിലില്ല, അല്ലെങ്കിൽ അത് ശൂന്യമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ കോഡ് നോക്കും. റോൾ അഡ്മിൻ ആണോ എന്ന് നോക്കും, ഫാക്കൽറ്റി ആണോ എന്ന് നോക്കും. രണ്ടുമല്ലെങ്കിൽ എൽസ് കണ്ടീഷൻ വർക്ക് ചെയ്ത് നേരെ സ്റ്റുഡന്റ് ഡാഷ്ബോർഡിലേക്ക് വിടും. റോൾ ഇല്ലാത്ത ഒരാൾക്ക് സ്റ്റുഡന്റ് ഡാഷ്ബോർഡ് കാണാൻ പറ്റുന്നത് ഒരു വലിയ സുരക്ഷാ വീഴ്ചയാണല്ലേ? അപ്പോ നമുക്കിതെങ്ങനെ ശരിയാക്കാം? വളരെ സിമ്പിൾ. ദാ ഈ പുതിയ കോഡ് നോക്കൂ. നമ്മുടെ ഫംഗ്ഷന്റെ തുടക്കത്തിൽ തന്നെ ഒരു പുതിയ ചെക്ക് ചേർത്തു. ഇഫ് empty_sr റോൾ, അതായത് റോൾ എന്ന വേരിയബിൾ ശൂന്യമാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല, നേരെ ലോഗിൻ പേജിലേക്ക് തന്നെ തിരിച്ചയക്കുക. എക്സിറ്റ്. ഈ ഒരു ഒറ്റ ലൈൻ, ഈ ഒരു ചെറിയ മാറ്റം നമ്മുടെ ഫംഗ്ഷനെ എത്രത്തോളം സുരക്ഷിതമാക്കിയെന്ന് നോക്കൂ. ഇതാണ് നല്ല കോഡിങ്ങിന്റെ ഭംഗി. അപ്പോ ഈ auth.php ഫയൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് മാത്രമല്ല, ഇതില് വേറെയും ചില ഉപകാരപ്രദമായ ഹെൽപ്പർ ഫംഗ്ഷനുകളുണ്ട്. ഉദാഹരണത്തിന് ലോഗിൻ വിജയകരം എന്നൊക്കെ പോലുള്ള ഒറ്റത്തവണ മെസ്സേജുകൾ കാണിക്കാനുള്ള ഫ്ലാഷ് മെസ്സേജുകൾ, നമ്മൾ കണ്ട റീഡയറക്ഷൻ ഹെൽപ്പർ, പിന്നെ യൂസേഴ്സിന് പ്രത്യേകം നോട്ടിഫിക്കേഷൻ അയക്കാനുള്ള ഒരു യൂട്ടിലിറ്റി, അങ്ങനെ പലതും. ശരി, അപ്പോൾ നമ്മൾ ഇന്ന് auth.php എന്ന നമ്മുടെ ആപ്പിന്റെ സുരക്ഷാ ഘടന വിശദമായി പരിചയപ്പെട്ടു. അതിന്റെ ഓരോ ഭാഗവും നമ്മൾ കീറി മുറിച്ചു പരിശോധിച്ചു. ഇനി എന്റെ ചോദ്യം നിങ്ങളോടാണ്. ഈ ഫയലിനെ ഇനിയും എങ്ങനെ മെച്ചപ്പെടുത്താം? ഇതിലേക്ക് വേറെ എന്തൊക്കെ സുരക്ഷാ ഫീച്ചറുകൾ നമുക്ക് ചേർക്കാൻ പറ്റും? ഒരുപക്ഷേ തുടർച്ചയായി തെറ്റായ പാസ്വേഡ് അടിക്കുന്നവരെ കുറച്ചു നേരത്തേക്ക് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു 2-factor authentication ഹെൽപ്പർ. നിങ്ങളുടെ ഐഡിയകൾ എന്തൊക്കെയാണ്? തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വിശകലനത്തിൽ വീണ്ടും കാണാം. അതുവരെ ഹാപ്പി കോഡിംഗ്.